നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് നടക്കുന്നത്. സംഘർഷത്തിൽ 9 പേർ മരണപ്പെടുകയും 80-ലധികം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് യുവജനങ്ങൾ കടക്കാനുള്ള കാരണം അവിടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിരോധിക്കുകയും അതോടൊപ്പം തന്നെ അതിൽ നിന്നും പൂർണ്ണമായി തന്നെ യുവാക്കളെ പിൻവലിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ നിരോധനം. സെപ്റ്റംബർ 4-നാണ് ഫേസ്ബുക്ക് അടക്കമുള്ള വാട്സപ്പ്, യൂട്യൂബ് അടക്കമുള്ള 26 സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളെയാണ് നിരോധിച്ചിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ വലിയ രീതിയിലുള്ള നേപ്പാൾ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരം സമൂഹ മാധ്യമങ്ങൾ ഈ സർക്കാരിനെ, നേപ്പാളിലെ സർക്കാരുമായി ബന്ധപ്പെട്ട് വാർത്താവിനിമയ വകുപ്പുമായി അവരുടെ ചില മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ഈ നേപ്പാളിലെ നിയമങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുന്നറിയിപ്പ് നൽകിയത്. പിന്നീട് ഈ ഫേസ്ബുക്ക് അടക്കമുള്ള വാട്സപ്പ് അടക്കമുള്ളവ അത് അനുസരിച്ചില്ല, അതുകൊണ്ടാണ് നിരോധിച്ചതെന്നാണ് ഇപ്പോൾ നേപ്പാൾ സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിൽ യുവാക്കൾ രംഗത്തിറങ്ങി. ആ യുവാക്കളിൽ നിന്നാണ് ഇപ്പോൾ 9-ലധികം പേർ മരണപ്പെട്ടിരിക്കുന്നത്. നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിലവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളെയും അതോടൊപ്പം തന്നെ യുവാക്കളെയും എല്ലാം കരുതൽ തടങ്കിലാക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഒലി സർക്കാരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എല്ലാ അയൽ രാജ്യങ്ങളിൽ മികച്ച ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സമാധാനം ഉണ്ടാകുകയുള്ളെന്ന് നമുക്ക് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് തന്നെ ബോധ്യമാകുന്നതാണ്. ഈ നേപ്പാളിന് സമാനമായ ഒരു രീതിയിൽ തന്നെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ സമരം ഉണ്ടായത്. അതും ഇത്തരം യുവാക്കളാണ് സംഘടിപ്പിച്ചത്. സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് യുവാക്കൾ ആ സമരം ഏറ്റെടുക്കുകയും പിന്നീട് കണ്ടത് വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അവിടുത്തെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നു. പിന്നീട് അധികാരത്തിൽ നിന്ന് വിട്ടെറിഞ്ഞ് അവർക്ക് ഇന്ത്യയിലേക്ക് അഭയം തേടേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. പിന്നെ കണ്ടതോ അവിടെ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ വേട്ടയാടുകയും അതോടൊപ്പം തന്നെ കൃത്യമായ ഭരണ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് കുത്തഴിഞ്ഞ ഒരു ഭരണത്തിലേക്ക് ബംഗ്ലാദേശ് മാറുന്നത് നാം കണ്ടു. പിന്നീട് ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള തലവേദനയാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടാലും മറ്റ് പാകിസ്ഥാന്റെ സംഘർഷവുമായി ബന്ധപ്പെട്ട എല്ലാം അനാവശ്യമായ പരാമർശങ്ങൾ നടത്തുക, ഞങ്ങൾ പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ഇന്ത്യ ആക്രമിക്കും, അതോടൊപ്പം തന്നെ ബംഗാളും ബീഹാറും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് പിടിച്ചെടുക്കും, കൊൽക്കത്തയെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് 5-6 വിമാനങ്ങൾ മതി, അങ്ങനെ വിവാദ പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് പതിവാണ്. ഇത് ഇന്ത്യയെ ഭയപ്പെടുത്തുന്നില്ല, മറ്റൊരു കാര്യമാണ്. കാരണം ഇന്ത്യക്ക് ഒരു ചെറിയൊരു സംസ്ഥാനത്തിന്റെ, ഇന്ത്യയിലെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ അത്ര പോലും കഴിവില്ലാത്തൊരു രാജ്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശ്. അത്ര ഭീഷണികൾ ഇന്ത്യ ഭയപ്പെടുന്നില്ല. പക്ഷെ ഒരു ചെറിയ പ്രതിസന്ധി, ഒരു വ്യാപാരവുമായി ബന്ധപ്പെട്ടായാലും മറ്റ് സഹായങ്ങളുമായി ബന്ധപ്പെട്ടായാലും ഒരു ചെറിയൊരു കരട് പോലെ ആ രാജ്യം മാറുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിന് സമാനമായ രീതി തന്നെയാണ് ഇപ്പോൾ നേപ്പാളിലും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേപ്പാളിനെ കുറിച്ച് അറിയാമല്ലോ, ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രമായിരുന്നു. അതിനുവേണ്ടിയും ഈ ഇടക്കാലത്ത് 1 വർഷം മുൻപ് അവിടെ നേപ്പാളിൽ വലിയ രീതിയിൽ സമരം ഉണ്ടായിരുന്നു. വീണ്ടും അവിടെ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക, അതോടൊപ്പം തന്നെ അവിടുത്തെ പഴയ ഭരണാധികാരിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം കെട്ടടങ്ങുമ്പോഴാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി ഇത് ഭാവിയിലേക്കുള്ള ഒരു പ്രതിഷേധം കൂടിയാണ്. ഇത് സമൂഹ മാധ്യമങ്ങളായിരിക്കും ഇനിയുള്ള യുവാക്കളെ നിയന്ത്രിക്കുക എന്നത് ഇതിലൂടെ വ്യക്തമാണ്. അങ്ങനെ നിരോധനം ഉണ്ടാകുകയാണെങ്കിൽ ഈ യുവാക്കൾ തെരുവിലിറങ്ങും. ഇപ്പോൾ പ്രതിഷേധത്തിന്റെ പേര് തന്നെ ജെൻസി പ്രതിഷേധമാണ്. അങ്ങനത്തെ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. അവർ പറയുകയാണ് ഏകാധിപത്യ ഭരണത്തിനെതിരെ, അഴിമതിക്കെതിരെയാണ് ഈ യുവാക്കൾ രംഗത്തിറങ്ങിയത്. പക്ഷെ അതിന്റെ കാരണം ഈ സമൂഹ മാധ്യമങ്ങൾ, ഫേസ്ബുക്കും അടക്കമുള്ള യൂട്യൂബ് അടക്കമുള്ളവ നിരോധിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇനിയുള്ള കാലത്ത് ഇത്തരം സമൂഹ മാധ്യമങ്ങളുടെ വലിയ പങ്കായിരിക്കും നമ്മുടെ മനുഷ്യർക്കിടയിൽ സ്വാധീനം ചെലുത്തുക. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഇന്ത്യ അതോടൊപ്പം തന്നെ ചൈന സംഘർഷ സമയത്ത് നാം ടിക്ടോക്ക് അടക്കമുള്ളവ നിരോധിച്ച് ചൈനയെ പ്രതിസന്ധിയിലാക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്തരം സമൂഹ മാധ്യമങ്ങൾ ഇന്ന് എല്ലാ രാജ്യത്തും വലിയ രീതിയിൽ ഒരു സ്വാധീന ശക്തിയായി മാറിയിട്ടുണ്ട്. ഭാവിയിലും യുവാക്കൾക്കിടയിൽ ഇത്തരം ഇനിയുള്ള യുദ്ധം അങ്ങനെയായിരിക്കും, ഒരു സൈബർ യുദ്ധത്തിലേക്കായിരിക്കും പോകുന്നത്. അത്രയ്ക്ക് വലിയ സാങ്കേതിക വിദ്യകൾ വളർന്നിട്ടുണ്ട്, ഡിജിറ്റൽ ലോകം രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു ചെറിയൊരു രാജ്യമായ, നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിനെ ഇത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ ഭാവിയിലെല്ലാം ഇന്ത്യ പോലുള്ള വലിയ രാജ്യത്തെയെല്ലാം എങ്ങനെ സ്വാധീനിക്കുമെന്നത് നാം കണ്ടു തന്നെ മനസ്സിലാകണം. പ്രത്യേകിച്ച് ഇന്ന് എല്ലാ സമരങ്ങളും നടക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ്. പണ്ടുകാലത്ത് തെരുവുകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ വിഷയങ്ങളും ഉയർന്നു വരുന്നതും അതോടൊപ്പം തന്നെ ഈ സമരങ്ങൾ ശക്തിപ്പെടുന്നതും
പിന്നീട് ജനങ്ങളെ തെരുവിലിറക്കാനുള്ള സ്വാധീനം ഉൾപ്പെടെ ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ കഴിയുന്നുണ്ട്. പണ്ട് നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ ഒരു ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവ് തന്റെ സഹോദരന് വേണ്ടി സമരം ചെയ്തപ്പോൾ ഇത്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിലുള്ള ഇത്തരം പ്രസ്താവനകൾ ഉയരുകയും അതോടൊപ്പം തന്നെ ശ്രീജിത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത ഫലമായി ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആയിരക്കണക്കിന് പേരാണ് അന്ന് തടിച്ചുകൂടിയത്. അങ്ങനെ കേരളം ഉൾപ്പെടെയുള്ളവരും നമുക്ക് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയും സമൂഹ മാധ്യമങ്ങളുടെ പങ്ക് എന്താണെന്ന രീതിയിലുള്ളത്. എന്തായാലും നേപ്പാളിനെ സംബന്ധിച്ച് കുറച്ചു കാലങ്ങളായി തന്നെ അവിടെ വലിയ രീതിയിലുള്ള ഭരണ പ്രതിസന്ധി ഉണ്ട്. സർക്കാരുകൾ മാറി വരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിനെതിരായി സമരങ്ങൾ ഉണ്ടാകുന്നു. അവിടെ വീണ്ടും ഒരു ഹിന്ദു ഭരണകൂടം വരണമെന്ന് ആവശ്യപ്പെട്ട് സമരങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ യുവാക്കൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇനി ഇതിൽ ഈ ആക്രമണം രൂക്ഷമാകുമോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ 9-ലധികം പേർ മരണപ്പെട്ടിട്ടുണ്ട്. ഇനി കൂടുതൽ മരണസംഖ്യ വർദ്ധിക്കുമോ? ഇനി അത് ഈ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമോ? ഇന്ത്യയുടെ അയൽരാജ്യം കൂടിയാണ്, അത് ഇന്ത്യയെ ബാധിക്കുമോ എന്ന രീതിയിലുള്ള എല്ലാം സംഭവങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ രൂപപ്പെടും. ഇപ്പോൾ എന്തായാലും അവിടെ കൃത്യമായി തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പലരോടും ആൾക്കൂട്ടങ്ങൾ പുറത്തിറങ്ങരുത്, യുവാക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ വലിയ സമരങ്ങൾ കൂടുന്ന പശ്ചാത്തലത്തിൽ യൂട്യൂബും ഫേസ്ബുക്കും അടക്കമുള്ള വാട്സപ്പും അടക്കമുള്ള സ്ഥാപനങ്ങളുമായി ചിലപ്പോൾ അവിടുത്തെ നേപ്പാളിലെ സർക്കാർ ചർച്ചയ്ക്ക് മുതിരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചർച്ചയിലൂടെ പരിഹരിച്ച് ചിലപ്പോൾ വീണ്ടും ഇത്തരം സമൂഹ മാധ്യമങ്ങൾ 26 സമൂഹ മാധ്യമങ്ങളാണ് നിലവിൽ നിരോധിച്ചിരിക്കുന്നത്. ഇത് വീണ്ടും അവിടെ കൊണ്ടുവന്ന് ചിലപ്പോൾ ഈ പ്രതിഷേധം തണുപ്പിക്കാനുള്ള ശ്രമവും ചിലപ്പോൾ ഈ നേപ്പാൾ സർക്കാർ നടത്തുന്ന സാധ്യതയുണ്ട്. സമൂഹ മാധ്യമങ്ങൾ അങ്ങനെ ഈ മുല്ലപ്പൂ സമരം ഉൾപ്പെടെ വസന്തം ഉൾപ്പെടെ അറബ് രാജ്യം പശ്ചിമേഷ്യയിലെല്ലാം ഉണ്ടായപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം വലിയ രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്, അതോടൊപ്പം തന്നെ ഈ സമൂഹ മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ട്രംപിനെ മറക്കാതിരിക്കാൻ കഴിയില്ല. ട്രംപ് ഇത്തരം സമൂഹ മാധ്യമങ്ങളെ വിമർശിക്കുകയും പണ്ട് ആദ്യത്തെ ട്രംപിന്റെ സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം ട്വിറ്ററും ട്രംപും തമ്മിലുള്ള തർക്കം. അങ്ങനെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാ യുവാക്കളും എല്ലാ പ്രധാന വ്യക്തിത്വങ്ങളും ഇന്ന് സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവർ ആ പ്രദേശത്ത് ആ മേഖലയിൽ ആ ഡിജിറ്റൽ ലോകത്ത് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത്. അത് ട്രംപ് ആയാലും നരേന്ദ്രമോദി ആയാലും അങ്ങനെ പല വ്യക്തിത്വങ്ങളും തങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയുടെ ഒരു ഭാഗമായി ഈ സമൂഹ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അത് അവർ കൃത്യമായി മുതലാക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് യുവാക്കളിലേക്ക് കടന്നു കയറാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 2024 തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 2014 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിൽ യുവാക്കളുടെ വലിയ സ്വാധീനമുണ്ട്. അവരുടെ നഗരപ്രദേശങ്ങളിലെ യുവാക്കളുടെ വലിയ രീതിയിലുള്ള വോട്ടും നരേന്ദ്രമോദിയിലേക്ക് ഒഴുകിയെത്തുന്നതിന് ഒരു കാരണമായത് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലുള്ള ഇടപെടലാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന് തന്റെ ആശയങ്ങൾ ഈ യുവാക്കളിലേക്ക് എത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് തന്നെക്കാൾ ചെറുപ്പമായി നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കിട്ടാത്ത സ്വീകാര്യത എങ്ങനെ നരേന്ദ്രമോദിക്ക് കിട്ടിയെന്ന് നാം ചോദിക്കുമ്പോഴാണ് ഈ ഉത്തരത്തിലേക്ക് എത്തുന്നത്. കാരണം സമൂഹ മാധ്യമങ്ങൾ കൃത്യമായി മുതലാക്കാനും തന്റെ ആശയങ്ങൾ യുവാക്കളിലേക്ക് എത്തിക്കാനും അദ്ദേഹം ഒരു പാലമായി കരുതിയത് ഈ സമൂഹ മാധ്യമങ്ങളെയാണ്. അത് അദ്ദേഹം കൃത്യമായി പ്രയോജനപ്പെടുത്തി ഫേസ്ബുക്കിലായാലും ട്വിറ്ററിലായാലും അതോടൊപ്പം തന്നെ അങ്ങനെ വിവിധ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം കൃത്യമായി തന്റെ കഴിവ് തെളിയിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് അന്ന് വോട്ടുകൾ ലഭിച്ചത്. പിന്നീട് ഇത് കോൺഗ്രസ് തിരിച്ചറിയുകയും ഇപ്പോൾ അത് കൃത്യമായി ഇടപെടൽ നടത്തുകയാണ്. എന്തായാലും നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. അത് ഈ സമൂഹ മാധ്യമവുമായി ബന്ധപ്പെട്ടാണ്. ചിലപ്പോൾ വരും കാലങ്ങളിൽ നമ്മുടെ സർക്കാരുകൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അത് ഇന്ത്യയിലേക്കും കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.